ഒരു ബ്രോ കുറേ നാളായി കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് KMC കൊമ്പിനെ റിയാക്ട് ചെയ്യാൻ. സോ ഞാൻ KMC കൊമ്പെന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം അതൊരു ഗെയിമിംഗ് ചാനലാണ്. ഞാൻ ഓർത്ത് ഈ ഗെയിമിംഗ് ചാനലിൽ എന്താണ് ഇത്ര റിയാക്ട് ചെയ്യാനുള്ളതെന്ന്. പക്ഷേ ബ്രോ വീണ്ടും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് KMC കൊമ്പിനെ റിയാക്ട് ചെയ്യും. സോ അങ്ങനെ നമ്മൾ KMC കൊമ്പിനെ റിയാക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എൻ്റെ റിയാക്ഷൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും കമൻറ്റ് വരുന്നത് നമ്മൾ കേൾക്കണമല്ലോ, നമ്മൾ ഓഡിയൻസിൻ്റെ ഒപ്പീനിയൻസ് മാനിക്കണമല്ലോ. അപ്പം നമ്മൾ KMC കൊമ്പിനെ റിയാക്ട് ചെയ്യാൻ പോകണം. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതും കൂടെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് കണ്ടേക്കണം. നമ്മൾ ഫ്ലാപ്പി വേർഡിൽ 100 സ്കോറാക്കാൻ നോക്കിയത്, പക്ഷെ നടന്നില്ല. ആ ഒരു വീഡിയോ ആണ്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ KMC കൊമ്പിനെ റിയാക്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഈ ബ്രോ കമൻറ്റ് ചെയ്ത പോലെ തന്നെ വേറെ ആരുടെ ഏതെങ്കിലും ചാനലിൻ്റെ റിയാക്ഷൻ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അടുത്ത ഒരാഴ്ചത്തെ കണ്ടൻറ്റ് എല്ലാം ഞാൻ ഇപ്പോഴേ ആലോചിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാം ഫുൾ സെറ്റാണ്. നിങ്ങൾക്ക് ഒരാഴ്ച ഫുൾ വീഡിയോസ് കാണും ചിലപ്പം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. സോ എനിക്കത് അറിയാം, എനിക്കത് മാനിക്കാം എന്ന് പറയുമ്പോൾ എനിക്കും അത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ. സോ നമുക്ക് നേരെ ആ KMC കൊമ്പിൻ്റെ ചാനലിൽ റിയാക്ഷനിലോട്ട് പോകും. അപ്പോൾ നമ്മൾ KMC കൊമ്പിൻ്റെ ചാനൽ എടുത്തിട്ടുണ്ട്. ചാനൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ KMC കൊമ്പൻ 10.1 lakh സബ്സ്ക്രൈബേഴ്സ്, 1.3K വീഡിയോസ്. അപ്പം 1300 വീഡിയോസ് ഇട്ടിട്ടാണ് അത്രയും 10 lakh എന്ന് പറയുമ്പോൾ 1 million സബ് അടിച്ചത്. സോ നമുക്കും കുറച്ചുകൂടെ സ്പീഡിലാവാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അത്രയൊക്കെ ആവുമെന്ന് ആർക്കറിയാം. അപ്പം നമ്മൾ ഇത് അർജുൻ്റെ ഒക്കെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഓൾഡസ്റ്റ് ലേറ്റസ്റ്റും തമ്മിലുള്ള അന്ധകാരം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്ന് പറയുമ്പോൾ നമുക്കിത് ഗെയിമിംഗ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് റിയാക്ഷൻ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് പണ്ടത്തെയും പിന്നെ പോപ്പുലറിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയിൽ ആ ഒരു ഇതിൽ ഏതാ നമുക്ക് ഏറ്റവും നല്ല വീഡിയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്, ആരും ഹേറ്റ് തരേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് ഓൺലി മൈ ഒപ്പീനിയൻ. എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻ വേറെ ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റത്തെ ബ്രോയുടെ ഫസ്റ്റ് വീഡിയോ 4 വർഷം മുമ്പാണ് ഇറങ്ങുന്നത്. ഞാൻ ഈ എല്ലാ വീഡിയോയിലും കുറേ സോ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോ വെച്ച് നോക്കാം. ഫസ്റ്റ് വീഡിയോ ബെസ്റ്റ് സെൻസിറ്റിവിറ്റി ഫോർ MP40 യൂസേഴ്സ്. ഇതിൽ ബ്രോ ഞാൻ വിചാരിച്ചു വോയിസ് ഓവറാണ്. വോയിസ് ഓവർ ഇല്ല, പാട്ട് ചുമ്മാ എഡിറ്റ് ചെയ്ത് വീഡിയോ. PUBG ആണ് എന്ന് തോന്നുന്നു. PUBG ആണ്. PUBGയുടെ ഒരു സാധാ നമ്മളുടെ പണ്ടുകാലം എന്ന് പറയുമ്പോൾ പണ്ടത്തെ വീഡിയോസൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു എഡിറ്റഡ് വീഡിയോ ആണ്. വോയിസ് ഓവർ ഇല്ല ഒന്ന്. പിന്നെ നമ്മളുടെ ഫേസ് ക്യാം ഇല്ല 2. അങ്ങനത്തെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ടെങ്കിലും വീഡിയോയുടെ ക്വാളിറ്റിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഇതിൽ നമ്മളുടെ സെൻസിറ്റിവിറ്റി, ബെസ്റ്റ് സെൻസിറ്റിവിറ്റി MP40 എന്ന് പറയുന്ന ഗണ്ണാണെന്ന് തോന്നുന്നു. ഞാൻ ഈ PUBG അങ്ങനെ അധികം കളിച്ചിട്ടില്ല. MP40 ഗണ്ണാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ആണെങ്കിൽ കമൻറ്റിലൊന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ വേറെന്താ സംഭവം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും. അത് ഗണ്ണാണെന്നാണ് തോന്നുന്നത്. സെൻസിറ്റിവിറ്റിയുടെ ബെസ്റ്റ് സെൻസിറ്റിവിറ്റി ഫോർ MP40 യൂസേഴ്സ് എന്നാണ്. അപ്പോഴത്തെ കാലത്ത് PUBG ഒക്കെ നല്ല ഫേമസ് ആയിരുന്നല്ലോ. അപ്പോൾ അവർക്ക് അപ്പം നല്ല വ്യൂസ് ആ ഒരു സമയത്ത് ഇതായിരിക്കണം ട്രെൻഡ്. അപ്പം നമുക്ക് അങ്ങനെ വോയിസ് ഓവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. 10 മിനിറ്റാ ബെസ്റ്റ് സെൻസിറ്റിവിറ്റി ഫോർ MP40 യൂസേഴ്സിന്. ഇതിപ്പോൾ ഫസ്റ്റത്തെ 1.5 മിനിറ്റ് തന്നെ സംഭവം കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഈ 10 മിനിറ്റിൽ എന്നാന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള ഈ 10 മിനിറ്റ് എന്താ? ബാക്കി 10 മിനിറ്റ് ഗെയിം പ്ലേ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതപ്പോൾ ആരും കാണത്തില്ലായിരിക്കണം. ആ 1.5 മിനിറ്റ് തന്നെ എങ്ങനെ സെറ്റിങ്സ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിപ്പോൾ അത് അങ്ങനത്തെ ഈ 10 മിനിറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. ആ ഒരു 2 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ ഇങ്ങനെ ഒരു എങ്ങനെയാണെന്ന് നോക്കുന്ന വ്യൂവറിന് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് കണ്ടിട്ട് പോകാനുള്ള ഒരു ഇത് പറഞ്ഞാൽ. ഇപ്പോൾ 10 മിനിറ്റ് മൊത്തം ഇരുന്ന് കാണാൻ പറ്റുമെന്ന്. ഇപ്പോൾ എൻ്റെ വീഡിയോസ് ആണെങ്കിൽ എൻ്റെ ഓഡിയൻസ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കണ്ടു നോക്ക്. ഫസ്റ്റത്തെ ഒരു 30 സെക്കൻഡ് ഫുള്ള് പിന്നെ ഇങ്ങനെ പോവുക.
അതുകൊണ്ട് എൻ്റെ ഇൻട്രോയിൽ തന്നെ പകുതി ആളുകളും പോവും. അതാണ് ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്താണെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. സോ ഫസ്റ്റത്തെ വീഡിയോ നിങ്ങൾ കണ്ട പോലെ തന്നെ അത്ര എൻഗേജിങ് അല്ല. ഈ വേർത്തൊരു കേസ്. ഒന്നാമത് ഇപ്പോഴത്തെ ചൂടുമാണ്, മൈക്ക് തട്ടി കുഴപ്പമില്ല. ഓക്കെ, ഫസ്റ്റത്തെ വീഡിയോയിൽ അധികം ഒന്നുമില്ല. അത് 10 മിനിറ്റ് ആക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഒരു 2-2.5 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. പിന്നെ കുഴപ്പമില്ലെന്ന് പറയാൻ ഞാനായിട്ട് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ ഒപ്പീനിയനാണ്, എൻ്റെ വീഡിയോ ആണ്. സോ ഇത് ഫസ്റ്റത്തെ വീഡിയോയിൽ അധികം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ഫേസ് ക്യാം വീഡിയോ ബ്രോ എപ്പോഴും ഇട്ടെന്ന് നോക്കാം. ഇതാണെന്ന് തോന്നുന്നു KMC കോമ്പൻ മീറ്റപ്പ് വ്ലോഗ് വീഡിയോ. ഇതാണെന്ന് തോന്നുന്നു. ഇതൊന്ന് വെച്ച് നോക്കാം. 17 മിനിറ്റ് ഉണ്ട്. ഈ ആഡാണ് ഗൈസ് ഒടുക്കത്തെ പാട്. ഇപ്പോഴൊക്കെ ആഡ് വളരെ കൂടുതലാണ്. ഭയങ്കര ആഡ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൽ വലിയ ആഡൊന്നും വരാൻ പോകുന്നില്ല. കൊമ്പനോടെ അതെന്നാ ഹെയർ സ്റ്റൈൽ എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നുന്നതെന്ന് അറിയത്തില്ല. എന്നെ വൃത്തിയാടാ. നമ്മുടെ വീഡിയോ ആരും സ്പോൺസർ ചെയ്തിട്ടില്ല, ഞാൻ തന്നെയാണ് സ്പോൺസർ. അപ്പം ഫസ്റ്റത്തെ വീഡിയോ ഇതാണ്. നമ്മളുടെ ഫേസ് ക്യാം വെച്ച് ഇതാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇതിന് മുമ്പ് തമ്പനയിലെ ഫോട്ടോ ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ഇതാണെന്ന് നമുക്ക് കൂട്ടാം. അപ്പോൾ നമ്മൾ പോപ്പുലർ വീഡിയോയിലോട്ട് പോവാം. ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ. സോ അങ്ങോട്ട് പോവാം. ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ഗറേന ഗിഫ്റ്റഡ് മീ എവോ UMP Max. അതും ഗണ്ണാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ്. പിന്നെ അതിൻ്റെ താഴെ ഒരു മുടിവെട്ട അപാരത. മുടി വെട്ടിയപ്പോഴാണ് കുറച്ചുകൂടെ സീനായത്. ബ്രോയെ കാണാൻ കുറച്ചുകൂടെ ഒരു ഐശ്വര്യം വന്നത് മുടി വെട്ടിക്കഴിഞ്ഞപ്പോഴാണ്. മുടി വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ബ്രോ മനുഷ്യക്കുളത്തിലോട്ട് വന്നത്. നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് സാധനം. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഇതിപ്പോൾ എനിക്ക് ഈ ഗെയിമിൻ്റെ ഇത് കണ്ടിട്ട് എനിക്ക് വലുതായിട്ടൊന്നും തോന്നുന്നില്ല. സോ നിങ്ങൾക്ക് വല്ലതും അറിയാമെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നോക്കുന്നില്ല. മുമ്പ് അതിൻ്റെ താഴത്തെ വീഡിയോസ് നമുക്ക് നോക്കാം. ഒരു മുടിവെട്ടൽ അപാരത. ഇതായിരുന്നു മുടി വെട്ടുന്നതിൻ്റെ മുമ്പത്തെ ബ്രോയുടെ ലുക്ക്. ഞാൻ അങ്ങ് മുടി വെട്ടി നടത്തുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ മാനേജ് ചെയ്യുകയാണെങ്കിൽ അത്ര ചുരുണ്ട മുടിയാണ്. അതാണ് വേറൊരു ചുരുണ്ട മുടിയാണ്. അപ്പം അതിൻ്റേതായ ഇതും ബുദ്ധിമുട്ടുകളും കാണുമായിരിക്കും. കുറച്ചുകൂടെ സ്ട്രെയിറ്റ് മുടിയാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്. പക്ഷേ ചുരുണ്ട മുടിയാകുമ്പോൾ കുറച്ചുകൂടെ പാടായിരിക്കും. മുടി വെട്ടാൻ പോവാണ്. മുടി വെട്ടി കഴിഞ്ഞിട്ടുള്ളത് നോക്കാം. ഒരാളെ മുടി വെട്ടിക്കഴിഞ്ഞ് അല്ലല്ല ഇവിടെ മുടി വെട്ടിക്കഴിഞ്ഞ മുടി വെട്ടി കഴിയുന്നിടം നോക്കാം. ഓക്കെ, അതെൻ്റെ മുടി നല്ല തിക്കായിട്ടുള്ള മുടിയാണ്. മുടി വെട്ടി കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് കുറച്ചുകൂടെ സീനായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എൻ്റെ ഒപ്പീനിയനാണ്, വേറെ ഒന്നും വിചാരിക്കില്ല. സ്കിപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോഴാണ് ഒരു സീനായത്. നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. കുറച്ചുകൂടെ സീനായത് ഇപ്പോഴാണ്. മുടി വെട്ടി കഴിഞ്ഞപ്പോൾ ബ്രോയെ കാണാൻ വേറൊരു ലെവൽ സ്റ്റൈലൊക്കെ ആയി. ഇവിടെ നോക്കണ്ട, എൻ്റെ തല നോക്കണ്ട, എൻ്റെ തല നോക്കേ വേണ്ട. ഇപ്പോഴാണ് കുറച്ചുകൂടെ ഒരു രസമൊക്കെ വന്നേ കാണാൻ. ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഈ ഗെയിമിംഗ് ചാനലിൽ ഇത് അധികം റിയാക്ട് ചെയ്യാനൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് റിയാക്ട് ചെയ്യാം. ബ്രോയുടെ മുടി വെട്ടി കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ലുക്കായത് എനിക്ക് എൻ്റെ ഒരു ഇതിൽ. നമ്മളുടെ ലേറ്റസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ലെറ്റ്സ് ബിൽഡ് റെയ്ഡ് ഫാം പാർട്ട് 1 മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ മൈൻക്രാഫ്റ്റ് ഗെയിമിംഗ് ആണ്. ഇതിൽ ഞാനിപ്പോൾ എന്താ റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇത് ഗെയിമിംഗ് ഓരോ ട്യൂട്ടോറിയൽ കൊടുക്കുന്നതാണ്. റെയ്ഡ് ഫാം നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ട്യൂട്ടോറിയലാണ്. അപ്പം ഇതിൽ നമ്മൾ അധികം റിയാക്ട് ചെയ്യാൻ ഞാൻ പോകുന്നില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒപ്പീനിയൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. സോ ഇതെടുത്തിട്ട് ഉള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബൈ ബൈ. വേറെ എന്തെങ്കിലും അടിപൊളി വേറെ എക്സ്ട്രാ ഓർഡിനറി വീഡിയോ കണ്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തു. പിന്നെ വേറെ ഒന്നുമില്ല, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. അക്ഷയ് വ്ളോഗറിനെ റിയാക്ട് ചെയ്ത വീഡിയോ കാണണം, ഇവിടെ ക്ലിക്ക് ചെയ്തു.